നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം. നിലവിലെ റെയിൽവേ ട്രാക്ക് ഇരുമ്പ് ഭീമിയിലേക്ക് മാറ്റുന്ന ഗർഡർ പ്രവൃത്തി പൂർത്തീകരിച്ചു. 6 മണിക്കൂർ കൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുമായി കയ്യർത്ത നിലമ്പൂർ പൊതുമരാമത്ത് എഇയും ജീവനക്കാരും. ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴാണ് വാക്കുതർക്കമുണ്ടായത്. എടക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവൃത്തികളിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകിയതായി പ്രതിപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യമൃഗശല്യത്തിനെതിരെ കേരള കോൺഗ്രസ് എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യുക, വന്യജീവി ആക്രമണത്തിനും കൃഷി നശിപ്പിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനത്തിന് വേണ്ടി മാനവേദൻ സ്കൂൾ ജനകീയ കൂട്ടായ്മ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ബുധനാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം. നിലവിലെ റെയിൽവേ ട്രാക്ക് ഇരുമ്പ് ഭീമിയിലേക്ക് മാറ്റുന്ന ഗർഡർ പ്രവൃത്തി പൂർത്തീകരിച്ചു. പ്രവൃത്തി 6 മണിക്കൂർ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇരുമ്പ് ബീം സ്ഥാപിച്ചതോടെ അടിപ്പാത നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടമാണ് പൂർത്തിയായത്. പ്രവൃത്തി പൂർത്തിയായ ഉടനെ പുലർച്ചെ 5:30 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് തുടങ്ങിയവ ഇരുമ്പ് ബീം ട്രാക്കിലൂടെയാണ് പുലർച്ചെ സർവീസ് നടത്തിയത്. യന്ത്രസാമഗ്രികളും ഉദ്യോഗസ്ഥരും ജോലിക്കാരും വിശ്രമമില്ലാതെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഗർഡർ പിടിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇനി ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുപ്പ് പ്രവൃത്തി ഇന്ന് മുതൽ ആരംഭിക്കും. 3 മാസത്തിനുള്ളിൽ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകും. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുമായി കയ്യർത്ത നിലമ്പൂർ പൊതുമരാമത്ത് എഇയും ജീവനക്കാരും. ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴാണ് വാക്കുതർക്കമുണ്ടായത്. എഇ മോശമായി സംസാരിച്ചുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പണി 3, 4, 5 ബ്ലോക്ക് തീർന്നിരിക്കുകയാണ്. ഇനി 6, 7 2 ബ്ലോക്കാണ് ഇനി തീർക്കാനുള്ളത്. ഈ 6ാമത്തെ ബ്ലോക്കിൽ ഏതാണ്ട് 22ഓളം വീടുകളുണ്ട്. അതിൽ 10 വീടുകൾ അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 12 വീട് ജസ്റ്റ് പണിയെടുക്കാനുള്ളൂ. ഈ വർക്ക് ഒന്ന് സ്പീഡപ്പ് ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുൻപേ അയാൾ ഞങ്ങളോട് തട്ടിക്കയറുക ചെയ്ത്. ഈ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പേപ്പർ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരായിട്ട് ഒരു പേപ്പർ നീക്കുന്നില്ല. ഒക്കെ ഞങ്ങൾ മലപ്പുറം കളക്ടറെ അടുത്ത് പോവുക, അനുകൂലമായ മറുപടി കളക്ടറെ അടുത്തുനിന്നും പിന്നെ തഹസിൽദാരുടെ അടുത്തുനിന്നും എല്ലാം കിട്ടി. മഞ്ചേരി PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി. അദ്ദേഹം ഞങ്ങളോട് മാന്യമായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഇവർ ഈ മോശൻ മാത്രമാണ് ഞങ്ങളോട് തട്ടിക്കയറി സംസാരിക്കുന്നത്. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളാണ് സർവേ പൂർത്തീകരിച്ച് നഷ്ടപരിഹാര വിതരണത്തിന്റെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിൽ എത്തിയത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്ന കാര്യം പറഞ്ഞ സർവേ നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂ എന്നും കണ്ട പോലെ കൂട്ടിക്കോളാനും എഇ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. എഇയുടെ നിലപാടിനെ ബൈപ്പാസ് ഇരകൾ ചോദ്യം ചെയ്തു. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കയറ്റങ്ങൾക്ക് ഇടയാക്കി. ഇത് PWDക്ക് ബിൽഡിംഗ് വിഭാഗം എന്ന വിഭാഗം ഉണ്ട്. ഓല ചെയ്യണം, ഞങ്ങൾ മടക്കി കൊടുത്തോളാം. എന്നാ പിന്നെ മലപ്പുറത്ത് കൊണ്ടുവരും. ഞങ്ങൾ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞിട്ട്
AE തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് വാടകക്കും ബുദ്ധിമുട്ടിലുമാണ്. ഞങ്ങൾ ഇടങ്ങാറും കാണാനില്ല. ഞങ്ങൾ ഗവൺമെന്റിനെ അവതരിപ്പിച്ചു, ഞങ്ങൾ പരിഹരിക്കാമെന്നും മനഃപൂർവ്വം പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി, നിങ്ങൾ ജില്ലാ കളക്ടർക്ക് പോയിക്കോളി, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ എന്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറങ്ങിയാലും വേണ്ടില്ല, മൊബൈലിൽ ഞങ്ങൾ കണ്ടാലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നാ പറഞ്ഞത്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ആത്മഹത്യ ഫയലും അവിടെ അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ 10-40 കൊല്ലം ഭരണം മാറി മാറി വന്നിട്ടും ഇന്നത്തെ വരെ ഞങ്ങൾക്കൊരു ഇതിനൊരു ഇത് കിട്ടിയിട്ടില്ല. PV അൻവറിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ AE നടപടികൾ വൈകിക്കുകയാണെന്നും സ്ഥലമുടമകൾ ആരോപിച്ചു. 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കുവാനോ വായ്പ എടുക്കുവാനോ കഴിയില്ല. ഇതേ തുടർന്നാണ് സർവേ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ബൈപ്പാസ് ഇരകൾ പ്രതിഷേധം ശക്തമാക്കിയത്. എടക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവൃത്തികളിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകിയതായി പ്രതിപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദിരക്കുളത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കിണർ നിർമ്മിച്ചതിൽ തൊഴിലാളികളുടെ കൂലി മാത്രമാണ് ലഭിച്ചത്. നിർമ്മാണത്തിനായി ഉപയോഗിച്ച റിങ് ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകൾക്ക് ചിലവായ പണം ഗുണഭോക്താവിന് നഷ്ടപ്പെട്ടതായും ഇവർ ആരോപിച്ചു. പരിഹരിക്കുന്നതിനോ ഇതിൽ ഇടപെടുന്നതിനോ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റിനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കോ താല്പര്യമില്ല. കാരണം അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള രാഷ്ട്രീയ നിയമനം നടക്കുകയാണ്. ഇവർക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ഉന്നത ഭാഗത്തു നിന്ന് സമ്മർദ്ദം വരുന്നു, നടപടി എടുക്കരുത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്ന വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായ ഭരണം ലഭിക്കുന്നു, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമാണ്. ഇവിടെ എന്ത് ചെയ്താലും UDFനാണ് ഭരണമെന്ന അഹങ്കാരമാണ് ഇവരെ നയിക്കുന്നത്. സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നിലാക്കി മുൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഈ ഭരണത്തിന് ഈ തരത്തിൽ പരാജയത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ സമരവും ഒപ്പം നിയമ നടപടികളുമായി, അതാണ് ഞങ്ങൾ ഓംബുഡ്സ്മാന് കൊടുത്തുള്ള പരാതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ 3 ആഴ്ച മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. തുണി മാലിന്യം കഴുകി വൃത്തിയാക്കി ഉണക്കിയ കിടപ്പ് രോഗികളുടെ പാഡുകൾ എന്നിവ വീടുകളിൽ നിന്നും ശേഖരിക്കണമെന്ന് ഹരിതകർമ്മ സേനയ്ക്ക് നിർദ്ദേശമുണ്ടെങ്കിലും ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഇവ ശേഖരിച്ചിട്ടില്ല. ഇവ ആളുകൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പഞ്ചായത്തിൽ നൽകിയിട്ടില്ല. ലൈഫ് PMAY പദ്ധതികളിൽ 90 ദിവസം ജോലി ചെയ്തതിന്റെ കൂലി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് P. മോഹനൻ, അംഗങ്ങളായ സന്തോഷ് കപ്രാട്ട്, സനൽ പാർലി, KP ജബ്ബാർ, റസിയ തൊണ്ടിയിൽ, അജി സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വന്യമൃഗശല്യത്തിനെതിരെ കേരള കോൺഗ്രസ് M മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യുക, വന്യജീവി ആക്രമണത്തിനും കൃഷി നശിപ്പിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വനിതകൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളെ നമ്മുടെ രാജ്യം സംരക്ഷിക്കുമ്പോൾ ആ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകും എന്ന് മാത്രമല്ല ക്രമാതീതമായി വർദ്ധിക്കും. ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ വീട് എന്ന് പറയുന്നത് കാടാണ്. ആ വനത്തിലാണ് അവർ താമസിക്കേണ്ടത്. ആ വനത്തിൽ താമസിക്കുന്നതിന് അവരുടേതായിട്ടുള്ള രീതികളും വ്യവസ്ഥകളുമുണ്ട്. ആ നിലയിലുള്ള രീതികളിലും വ്യവസ്ഥകളിലും അവർക്കിന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നില്ല, മറിച്ച് അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. വനം വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമവും നടപ്പാക്കുവാൻ പാർട്ടി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വനം മന്ത്രി ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്ന നടപടികൾക്ക് ഒപ്പം നിൽക്കുകയാണ്. വനം വകുപ്പ് കാര്യക്ഷമമാകണമെങ്കിൽ മുഖ്യമന്ത്രി വനം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും KJ ദേവസ്യ പറഞ്ഞു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് PM ജോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കനാത്തോപ്പിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് MA തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KK നാസർ ഖാൻ, ജില്ലാ സെക്രട്ടറി ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു.
ജോർജ് തോമസ്, മേഴ്സി ജെയിംസ്, അനിജ സെബാസ്റ്റ്യൻ, എഡ്വിൻ തോമസ്, ലിജോ കെയു തോമസ്, സണ്ണി കടക്കയം തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനത്തിനു വേണ്ടി മാനവേദൻ സ്കൂൾ PTA-യും SMCയും മാനവേദൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി രൂപീകരിച്ച മാനവേദൻ സ്കൂൾ ജനകീയ കൂട്ടായ്മ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനവേദൻ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും അതേപോലെ ചുറ്റുവട്ടത്തിലെ നിലമ്പൂർ നിവാസികളെയും കൂട്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. മാനവേദൻ സ്കൂൾ ജനകീയ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ കുട്ടികളുടെ മാനവേദൻ സ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കലാകായിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും തീരുമാനമായി. അതേപോലെ തന്നെ അങ്ങനെ ഒരു ഗ്രൗണ്ട് പുതിയത് ആയി വന്നാൽ ഇവിടെ നാട്ടിൽ കളിക്കാൻ ഉള്ള നിവാസികൾക്കും അതേപോലെ സ്കൂളിലെ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു സ്ഥലം കൂടി കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നില്ലതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അങ്ങനെയാണ് ഈ മാനവേദൻ ജനകീയ കൂട്ടായ്മ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലെത്തിയിട്ടുള്ളത്. ഈ മാനവേദൻ പൂർവ്വ വിദ്യാർത്ഥികളും ജനങ്ങളും PTA SMC കമ്മിറ്റിയും അടങ്ങിയിട്ട് ഇത് വരുന്ന ജനുവരി 22-ന് രാത്രി 8 മണിക്ക് കിക്ക് ഓഫ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഒരു 6 മണി മുതൽ സഹജ മലപ്പുറം നയിക്കുന്ന ഒരു സംഗീത വിരുന്ന് എല്ലാവർക്കും നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. അതേപോലെ ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മളെ മുൻ ദേശീയ താരം ഹബീബ് റഹ്മാൻ, ഇപ്പോൾ മലപ്പുറം കമാൻഡൻ്റ് ആയിട്ടുള്ള ഹബീബ് റഹ്മാനാണ്. ഒപ്പം സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും കൂടി ആയിട്ടുള്ള ഫിറോസ് കളത്തിങ്ങലും കൂടി കൂടെ ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനം എന്ന ലക്ഷ്യത്തിനു പുറമെ നാട്ടുകാർക്ക് കളിക്കാൻ ഒരിടം എന്നതും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട്. മാനവേദൻ സ്കൂളിന് സമീപം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ ബുധനാഴ്ച വൈകിട്ട് 8 മണിക്ക് കിക്ക് ഓഫ് നടക്കും. മുൻ ഇന്ത്യൻ താരം ഹബീബ് റഹ്മാൻ, മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ഫിറോസ് കളത്തിങ്ങൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് 6 മണിക്ക് ഗായിക സഹജ മലപ്പുറം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. ബുധനാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ ടൗൺ ടീം നിലമ്പൂർ മാസ്ക് മിനർവ പടിയുമായി ഏറ്റുമുട്ടും. വാർത്താ സമ്മേളനത്തിൽ KT നൌഫൽ, ഷാജഹാൻ പൈമ്പാടം, ഷബീർ അലി മാടാല, PK യൂനുസ് മുത്തു, BA ഷാജഹാൻ, ഫിറോസ് മയ്യന്താനി, തവാഫ് ബാപ്പുട്ടി, ഷംസീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാതല അദാലത്തിൽ ലഭിച്ച 44 പരാതികളിൽ 10 പരാതികൾ തീർപ്പാക്കിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അറിയിച്ചു. 4 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടത്. ഭാര്യ ഭർതൃബന്ധത്തിലെ പ്രശ്നങ്ങൾ, മദ്യപാനം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഉയർന്നു വന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വീടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ വളരാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അടുത്ത കാലത്തായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കേസുകൾ ആശങ്ക ഉളവാക്കുന്നതാണ്. നല്ല വിദ്യാഭ്യാസം നൽകി സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർമ്മിപ്പിച്ചു. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 12 വർഷമായി ജോലി ചെയ്തിരുന്ന അധ്യാപികയ്ക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ എത്രയും പെട്ടെന്ന് പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുവാൻ സ്ഥാപന ഉടമയ്ക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭൂരിഭാഗം ജോലിക്കാരും സ്ത്രീകളാണ്. കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പരാതി പരിഹാര സംവിധാനം പോലുമില്ല. ഏത് സ്ഥാപനത്തിലും ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങണമെന്ന് സതീദേവി പറഞ്ഞു. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള ഓഫീസിൽ ഭപോഷ് ആക്ട് പ്രകാരം ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി ഉണ്ടായിരിക്കണം. ജോലി സ്ഥലങ്ങൾ സ്ത്രീ സൗഹൃദ ഇടങ്ങളായി മാറണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തന സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ VR മഹിളാമണി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് സുകൃതകുമാരി, അഡ്വക്കേറ്റ് ഷീന, ഡയറക്ടർ ഷാജി സുഗുണൻ, കൌൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കയം മഞ്ചേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ ഭിന്നശേഷിക്കാരിയായ മകൾ മീനാക്ഷിക്ക് ഇനി കട്ടിലിൽ അന്തിയുറങ്ങാം.
ഹൈഡ്രോസെഫാലസ് രോഗം ബാധിച്ച മീനാക്ഷി നിലത്ത് പായ വിരിച്ചാണ് ഇതുവരെ അന്തിയുറങ്ങിയിരുന്നത്. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയാണ് കട്ടിൽ കൈമാറിയത്. മീനാക്ഷിക്ക് 3 മാസത്തിന് ഉപയോഗിക്കാനുള്ള ഡയപ്പർ നിലമ്പൂർ BRCയും കൈമാറി. നെടുങ്കായത്ത് മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി, ബന്ധുക്കളായ വിനോദ്, മാതിയുടെ സഹോദരൻ ബിജേഷ് എന്നിവർ ചേർന്ന് കട്ടിലേറ്റുവാങ്ങി. സൗത്ത് DFO ധനിക്ലാൽ, ആദിവാസി ക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി സുജേഷ്, AKS നിലമ്പൂർ ഏരിയ സെക്രട്ടറി മഹേഷ് കരളായി, AKS ജില്ലാ കോർഡിനേറ്റർ VK ഷാനവാസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, K മോഹനൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് K ആന്റണി, P ബാലകൃഷ്ണൻ, P ഹാരിസ്, J രാധാകൃഷ്ണൻ, MA ബിറ്റാജ്, നിലമ്പൂർ BRC BPC M മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. കുടുംബ സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചാത്തമുണ്ട പീപ്പിൾസ് വില്ലേജിലെ കുടുംബങ്ങൾക്കും പരിസര പ്രദേശത്തെ പൊതുജനങ്ങൾക്കുമാണ് ട്രോമാ കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവൻ സുരക്ഷാ ക്ലാസും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത്. അറിവില്ലായ്മ മൂലം ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുരക്ഷാ ക്ലാസ് നടത്തിയത്. മനുഷ്യജീവന് വൻ ഭീഷണിയായി വരുന്ന ഒന്നാണ് ഹാർട്ട് അറ്റാക്ക്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക, കുളത്തിലെയോ പുഴയിലെയോ വെള്ളത്തിൽ മുങ്ങി ഹൃദയം നിലച്ച് താഴ്ന്നു പോകുന്ന അവസ്ഥ, രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലം കുരുന്നുകളുടെ തൊണ്ടയിൽ ആഹാര അവശിഷ്ടങ്ങളും മറ്റും കുടുങ്ങുകയും അലക്കാൻ വെച്ചിരിക്കുന്ന ബക്കറ്റിലും ചെറിയ വെള്ളക്കെട്ടിലും മറ്റും വീണ് ശ്വാസം കിട്ടാതെ കുഞ്ഞുമക്കൾ മരണപ്പെടുന്ന അവസ്ഥ, കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരത്തിന് മുകളിൽ നിന്നോ വീണോ വാഹനാപകടങ്ങളിൽപ്പെട്ടോ നട്ടലിന് പരിക്ക് പറ്റിയ ആളെ ഏത് രീതിയിൽ എടുത്തുകൊണ്ടു പോകണം? പല രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും ശരീരത്തിൽ തുളച്ചു കയറിയ കമ്പി പോലെ കാഠിന്യം കൂടിയ വസ്തുക്കൾ വലിച്ചു ഊരിയെടുക്കുവാൻ പാടുണ്ടോ? ഹൃദയം നിലച്ചുപോയ ആളിന് CPR നൽകുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പോത്തുകൽ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ക്ലാസ് സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും കൗൺസിലറുമായ ഉബൈദുള്ള കാളിക്കാവ് ക്ലാസ് എടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപ്പട NSS UP സ്കൂളിലെ 6-7 ക്ലാസുകളിലെ കുട്ടികൾക്കും പോത്തുകല്ല് കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC വിദ്യാർത്ഥികൾക്കും ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. കുടുംബസംഗമം ഉപ്പട NSS UP സ്കൂൾ പ്രധാനാധ്യാപകൻ സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ട്രോമാ കെയർ പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷനായി. ലീഡർ സിറാജ് സ്വാഗതം പറഞ്ഞു. പീപ്പിൾസ് വില്ലേജ് കോർഡിനേറ്റർ അബ്ദുൽ ഹമീദ്, സാൽവോ ക്ലബ്ബ് പ്രസിഡന്റ് ബിൻസ് തോമസ്, സലാം മാസ്റ്റർ, ഹബീബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ട്രോമാ കെയർ യൂണിറ്റ് സെക്രട്ടറി എൽദോസ് നന്ദി പറഞ്ഞു. വളണ്ടിയർമാരായ കരീം കൂളിയോടൻ, ഹംസ EK, ഹുസൈനാർ, കമറുദ്ദീൻ, ഷാനവാസ്, ബഷീർ TA, അബ്ദുൽ മജീദ്, ചന്ദ്രിക, ആരിഫ, അജേഷ്, സിറാജുദ്ദീൻ, സുലൈമാൻ K, സുനീർ, സുലൈമാൻ NT, നവാസ് ബാബു എന്നിവർ പങ്കാളികളായി. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ 45ാം വാർഷിക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് നാരോക്കാവിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാരെ ആദരിച്ചു. പൂമരച്ചോട്ടിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശൈലജ മുഖ്യ സന്ദേശം നൽകി. നാരോക്കാവ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്യാം ശേഖർ അവാർഡ് വിതരണം നടത്തി. കലാകാരന്മാരായ ജോസ് വല്യാനയ്യർ, അഭിലാഷ് പാലേമാട്, ശാന്ത കുന്നുമൽപുട്ടി, ജോർജ് പാണാട്ടിൽ, രഹന കാരക്കോട്, മുഹമ്മദ് അലി K, PK അസ്കർ, M രമേഷ് കുമാർ എന്നിവരെയാണ് ആദരിച്ചത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് 23ാം വാർഡ് കുന്നുമൽപുട്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾ അവതരിപ്പിച്ച തിരുവാതിര, ഒപ്പര എന്നിവയും അരങ്ങേറി. കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മതിനൂറ് ഇസ്സ പറഞ്ഞാട്ടെ. ഒന്നാം നല്ലൊരിളം കവുങ്ങി അങ്ങനെ ഇളവിരിഞ്ഞാടണ പാൽ കവുങ്ങിന്തല പൂത്താൽ പിന്നെ
പൂവൊന്നും നമ്മൾ കാണൂല. യോഗത്തിൽ പ്രിൻസിപ്പൽ സുജായം വാർഷിക പദ്ധതി വിശദീകരിച്ചു. ബിനു പോൾ, മുസഫർ KP, P. അജുകുമാർ, നജീബ് MM എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ K. രാജേഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P. മുഹമ്മദ് ബാബു നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.